അപ്പൊ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ടാപ്പില് ഒരു ഭാഗത്ത് ഇഞ്ച് ബേസിലും മറ്റേ പോർഷനിൽ സെന്റിമീറ്റർ ബേസിലുമാണ് കാണിക്കുക. ഈ ഒരു ഭാഗത്ത് സെന്റിമീറ്ററും കാണിക്കുന്നുണ്ട്, ഇഞ്ചും കാണിക്കുന്നുണ്ട്. ഇതിൽ അടുത്തടുത്തിട്ടുള്ള 1 2 3 എന്ന് പറഞ്ഞാൽ ഇതാണ് സെന്റിമീറ്ററിൽ കാണിക്കുന്നത്. ഇത് 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ ഒക്കെ എടുത്ത് എത്ര മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 വെച്ചിട്ട് മെഷർമെന്റ് എടുത്താൽ മതി. അപ്പൊ 100 ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ, അപ്പൊ നമ്മൾ 1.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 സെന്റിമീറ്റർ ആണ് 1.5 മീറ്റർ. നമ്മൾ ടാപ്പ് ഉണ്ടാവുക 1.5 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക, 150 സെന്റിമീറ്റർ ആയിരിക്കും. ഇഞ്ച് ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമുക്ക് മെറ്റീരിയൽ ഒക്കെ നമുക്ക് അളവെടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് മീറ്റർ മെറ്റീരിയൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക, അപ്പൊ ഒരു ചുരിദാർ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ 2.5 മീറ്റർ മെറ്റീരിയൽ വേണ്ടി വരും. അപ്പൊ 2.5 മീറ്റർ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്ന് തന്നിട്ട് കസ്റ്റമർ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 മീറ്റർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഒരു പാന്റ് ആണെന്നുണ്ടെങ്കിൽ 1.25 2 മീറ്റർ മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, സെന്റിമീറ്ററിലെ നമുക്ക് വെച്ചിട്ട് ഈ പോർഷൻ വെച്ചിട്ട് നമുക്ക് മെഷർമെന്റ് എടുക്കാം. പിന്നെ 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും അറിയാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. ഇനി നമ്മൾ എങ്ങനെയാണ് ബോഡിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ബോഡിന്ന് മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ 2 ബോണും ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ജോയിന്റ് വരുന്ന ഈ ഒരു പോർഷൻ. ആ ജോയിന്റിന് അവിടെ ഇങ്ങനെ ഒരു ബോൺ ഇങ്ങനെ പൊക്കി നിൽക്കുന്നുണ്ടാവും. അതുവരെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ പിടിച്ചു നോക്കിയാൽ മതി ഇതുവരെ. അപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ടാപ്പ് നമുക്ക് എന്ത് ചെയ്യരുത്, ഇതുപോലെ പിടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ മെഷർമെന്റ് എടുക്കുക. അപ്പൊ എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് ഷോൾഡർ എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കുക എത്രയാണ് മെഷർമെന്റ് എന്നുള്ളത്. ഇനി ലെങ്ത് എത്രയാണ് വേണ്ട എന്നുള്ളത്. ഇപ്പൊ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെക്കുക. അതിനുശേഷം ഈ ബസ്റ്റിന്റെ നേരെ താഴേക്ക് വെച്ചിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, കുനിഞ്ഞിട്ട് നിൽക്കരുത്. അപ്പൊ കസ്റ്റമർ എന്ത് ചെയ്യും, നമ്മള് മെഷർമെന്റ് എടുക്കുന്ന ആള് കുനിയാണ്ട തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മെഷർമെന്റ് എടുക്കാൻ നോക്കുക. അപ്പൊ അവർ എത്രത്തോളം വേണം എന്നുള്ള മെഷർമെന്റ് എടുക്കുമ്പോ ലെങ്ത് എത്രയാണ് വേണ്ടെന്നുള്ളത് കസ്റ്റമർ നോക്കുമ്പോഴേക്ക് ജസ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യും, ഒന്ന് മൂവ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നിങ്ങൾ കസ്റ്റമർ ഒരു കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് മെഷർമെന്റ് എടുക്കുന്നതാണ് ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് കുനിയരുത് എന്ന് പറഞ്ഞിട്ട് നേരെ എത്ര എന്നുള്ളത് നമ്മൾ അവര് ഇപ്പൊ നമുക്ക് മുട്ട് വരെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ മുട്ട് വരെ പിടിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കുനിയുമ്പോ ജസ്റ്റ് എന്ത് ചെയ്യും, 1 ഇഞ്ച് ഒക്കെ നേരെ താഴേക്ക് ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ മെഷർമെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും, 1 ഇഞ്ച് താഴേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ഇപ്പൊ നമ്മളെ മെഷർമെന്റ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ലെങ്ത് എത്രയാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ചെസ്റ്റിന്റെ പോർഷനിലുള്ള മെഷർമെന്റ് ആണ്. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ 1 ഫിംഗർ ലൂസിൽ വേണം നമ്മൾ മെഷർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. 1 ഫിംഗർ ലൂസ്. അതുപോലെ ബസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ 1 ഫിംഗർ ലൂസ് ഇട്ടിട്ട് പിന്നെ വേസ്റ്റ് ഈ പോർഷനിലുള്ള മെഷർമെന്റ് എടുക്കുക. അതും നമ്മൾ 1 ഫിംഗർ ലൂസ് വേണം. ഹിപ്പ് പോർഷൻ, അപ്പൊ ചെസ്റ്റ്, ബസ്റ്റ്, ഹിപ്പ്, വേസ്റ്റ്, ഹിപ്പ് ഈ ഭാഗത്തുള്ള മെഷർമെന്റ് എടുക്കുക. അപ്പൊ ചെസ്റ്റ് തന്നെ പോരെ ബസ്സിന്റെ ഭാഗത്ത് ചോദിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ചില ആളുകൾക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യും, ചെസ്റ്റിന്റെയും കാട്ടും കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവും. ചില ആളുകൾക്ക് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ കൂടുതലുള്ള ആളുകൾക്ക് അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പൊ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിന്റെ അതേ വണ്ണം തന്നെ ആയിരിക്കണം എന്നില്ല, ബെസ്റ്റിന്റെ എല്ലാവർക്കും അത് ഒരുപോലെ ആവണം എന്നില്ല. അവിടുത്തെ മെഷർമെന്റ് നമ്മൾ 1 ഫിംഗറിൽ നമ്മൾ എന്ത് ചെയ്യുക, ലൂസ് ആക്കിയിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് ആം ഹോളിന്റെ മെഷർമെന്റ്. അപ്പൊ ആം ഹോൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ആ ഫസ്റ്റിൽ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ ഒന്ന് ഇങ്ങനെ പിടിക്കാൻ പറയാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക,
ഇങ്ങനെ പിടിച്ചിട്ട് മെഷർമെന്റ് എടുത്ത് കൊടുക്കുക. അതല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇത് താത്താണ്ടിരിക്കരുത്. നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ലെവലിക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം, ഇതിനെ താത്തിയിട്ട് പോകുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞതിന് ശേഷം താത്താൻ പറയാം. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് മെഷർമെന്റ് എടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള മെഷർമെന്റ് എടുക്കരുത്. പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് താത്തുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മളെ ആം ഹോളിന്റെ മെഷർമെന്റ്. ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത്, നമ്മളിവിടെ സ്ലീവിന് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളത് നോക്കുക. അതുപോലെ നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള വണ്ണം, നമ്മളെ ഈ ഒരു തൈസിന്റെ ഭാഗത്തുള്ള വണ്ണം എന്തായാലും എടുക്കണം. അതും നമ്മൾ 1 ഫിംഗറിൽ തന്നെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ മുട്ടിന്റെ ഭാഗത്തുള്ളത്, പിന്നെ നമുക്ക് എത്രത്തോളം വേണം. അപ്പൊ ഒരു 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ 16 ഇഞ്ചിന്റെ ഈ ഒരു ഭാഗത്താണ് മതി എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു മെഷർമെന്റും കൂടെ നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള മെഷർമെന്റ് ഈ ഒരു ഭാഗത്തുള്ള ഈ വണ്ണത്തിന്റെ ഈ ഭാഗത്ത്, ആം ഹോൾ അല്ലാതെ ഈ വണ്ണത്തിലുള്ള മെഷർമെന്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുള്ള മെഷർമെന്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ ഈ ഒരു തൈസിന്റെ ഭാഗത്തുള്ള വണ്ണം കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.